അവരങ്ങനെ അടിച്ചമർത്തേണ്ട കാര്യമില്ല. കാരണം ഒരു പുരുഷന്മാരോ ഒരു സ്ത്രീകളോ കുറെ പണം കൊള്ളയടിച്ചെന്ന് പറഞ്ഞ് അവർക്ക് കൂട്ടു നിൽക്കാൻ ഈ മേൽത്തരത്തിലുള്ള ആൾക്കാരുണ്ട് ഉണ്ടല്ല. ഈ പാവപ്പെട്ട സ്ത്രീകള് ഭവനങ്ങൾ എന്ത് കഷ്ടപ്പാട്, രോഗങ്ങളാലും പല വൃത്തരി കിടക്കണ ഭവനങ്ങളുണ്ട്. രാവും പകലും മഴയത്തും വെയിലത്തും കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്ത്രീകൾ ഇവിടെ വന്നിരുന്ന് കരയണത്. ഇവർക്കുള്ള പൈസ മേൽത്തട്ടിലുള്ളവർ എടുത്തിട്ട് മേളിലോട്ട് ഇന്നവരെ ഞങ്ങളെ ഓരോ മക്കളുടെ റിപ്പോർട്ടാണ് അവർ അവസാനം രാത്രിയാകുമ്പോൾ വായിക്കണത്, അല്ലാതെ പകല്. അപ്പൊ ഞങ്ങൾ രാവും പലവും കഷ്ടപ്പെട്ട് വളരെ വേദനപ്പെട്ടാണ് ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് തക്കതായ വേതനം തരണം. ഈ മേളിലുള്ള ഉദ്യോഗസ്ഥര് കാലിലണിയുന്ന ചെരുപ്പിന്റെ വിലയെങ്കിലും ഞങ്ങൾക്ക് തരണ്ടേ സഹോദരി? അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. 7000 രൂപ ശമ്പളം എന്ന് പറയുന്നത് ഇവർ ഭയങ്കര ശമ്പളം എന്നാണ് പറയണത്. അതല്ല, അവര് കാലണിയുന്ന ചെരുപ്പിന്റെ വില പോലും ഞങ്ങൾക്ക് തരുന്നില്ല. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ 21,000 രൂപ ശമ്പളം തന്നൂടെ? ഞങ്ങൾക്ക് അത്ര വേദനയാണ്. ഞങ്ങൾ ഇവിടെ ഉള്ളവരെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യവും ഇല്ല. കാരണം ഞങ്ങളുടെ കുടുംബം നഷ്ടപ്പെടും, അവരെല്ലാം സ്തുതിക്കും. അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഞങ്ങള് ഈ സമരം വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഈ സമരം ഞങ്ങൾക്ക് വിജയിപ്പിച്ച് കിട്ടുക തന്നെ ചെയ്യും, അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. വിരമിക്കൽ പ്രായം ഏകദേശം 10-20 വർഷം കൊണ്ട് ജോലി ചെയ്തിട്ട് 62 വയസ്സാവാറായി, 60 വയസ്സ് 59 വയസ്സായവരുണ്ട്. അവർക്കും കൂടുതൽ വേദന ഉണ്ട്. കാരണം അവരിനി 1-2 വർഷം കഴിയുമ്പോൾ വിരമിച്ച് പോകുമ്പോൾ ഒന്നുമില്ല. ഭവനത്തിലുള്ളവർ പറയും, നല്ല സമയത്ത് നിങ്ങളെ വീട്ടിലുള്ള കാര്യം ചെയ്യാതെ ഈ ഓടി നടന്നിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഇപ്പൊ 1000 രൂപ കാശ് പോലും കിട്ടുന്നില്ല. ചോദിക്കൂലേ വീട്ടിലുള്ളവര്? അതുകൊണ്ട് നമ്മളെ അവഗണന വരും ഭവനങ്ങളിൽ. അതുകൊണ്ട് വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയും തന്ന് പെൻഷൻ കിട്ടണം. പിന്നെ മാസ ശമ്പളം 21,000 രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് തരണ്ടേ? ഞങ്ങളുടെ ഭവനത്തിൽ അത്രയും കഷ്ടപ്പാടുകൾ കൊണ്ടാണ് ഈ സ്ത്രീകൾ ഈ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത്. രാവും പകലും മഴയത്തും വെയിലത്തും കഷ്ടപ്പെടുന്ന സ്ത്രീകളാണ് ഈ സ്ത്രീകൾ. വീട്ടില് വളരെയധികം ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പൊ ഇറങ്ങിയത്. ഇത് എത്ര വർഷത്തിന് മുമ്പ് നമ്മൾ ചെയ്ത് നമ്മള് ഇതെല്ലാം അംഗീകരിച്ചെടുക്കേണ്ട കാലം കഴിഞ്ഞ് ഇപ്പോഴാണ് എല്ലാ സ്ത്രീകൾക്കും ഉണർവ് വന്നത്. അതുകൊണ്ട് 30 വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അന്ന് 100 രൂപയ്ക്ക് ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പോഴാണ് ഈ 7000 തരുന്നത്. അത് സമയത്ത് കിട്ടുന്നുമില്ല. അങ്ങനെയാണ് ഞങ്ങൾ 15 പേര് 100 രൂപയ്ക്ക് വർക്കിന് തുടങ്ങിയ പരിപാടിയായിരുന്നു, MSS മുതൽ. എന്നിട്ടാണ് ഇപ്പൊ ഈ നിലയിലെത്തിയത്. അത് അന്നന്ന് കിട്ടുന്നുമില്ല ഞങ്ങൾക്ക്. പിന്നെ അതുപോലെ കൊറോണ കാലത്ത് മരിച്ച ഞങ്ങളുടെ ആശമാർക്ക് 50,000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. അത് അവാർഡുകൾ അവര് വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഞങ്ങളുടെ ആശുപത്രിക്ക് അവാർഡ് കിട്ടി, മാഞ്ഞൂര് അവാർഡ് അവർ കിട്ടുന്നുണ്ട്, അവര് മേടിക്കുന്നുണ്ട്. പാവപ്പെട്ട ഈ രാവിലെ തൊട്ട് വൈകുന്നേരം നടക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരു അവാർഡിന്റെ അവകാശം ഇല്ല.